Welcome to Lino's Kitchen. ഇന്നത്തെ റെസിപ്പി ഒരു വെരി സിമ്പിൾ, ഈസി ടു മേക്ക്, ലഞ്ച് ആവാം, ഡിന്നർ ആവാം, ഒരു നൂഡിൽസ്, ഒരു ഇൻസ്റ്റന്റ് വെജ് നൂഡിൽസ്. ഈ വെജിറ്റേറിയൻസിനുള്ള പറ്റിയൊരു സംഭവമായത്. ഇത് ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ നൂഡിൽസ് ആണ്. നിങ്ങൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂഡിൽസ് വേവിച്ചിട്ട് ഡ്രെയിൻ ചെയ്തിട്ടും മസാല എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്താലും മതി. പക്ഷെ സ്ട്രീറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക, എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്, പിന്നെ ആ ബെൽ ഐക്കൺ കാണുന്നത് ക്ലിക്ക് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ ഈ ഇൻസ്റ്റന്റ് വെജ് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഇൻസ്റ്റന്റ് വെജിറ്റബിൾ നൂഡിൽസ് നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 5 പാക്കറ്റ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കൊക്ക നൂഡിൽസ് ആണ്. നിങ്ങൾക്ക് മാഗി യൂസ് ചെയ്യാം, ഇൻഡോമി യൂസ് ചെയ്യാം, വേറെ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ 5 പാക്കറ്റ് കൊക്കയുടെ മസാല ഫ്ലേവറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കണം. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 6 മുതൽ 8 അല്ലി വരെ വെളുത്തുള്ളി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. അതിനുശേഷം നമുക്ക് സവാള ചേർക്കാം. ഇവിടെ ഞാൻ 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുവാണ്. ഇതും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ടൊമാറ്റോ ചെറുതായി ചോപ്പ് ചെയ്തതും ചേർക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ടൊമാറ്റോ സോഫ്റ്റ് ആകുന്നവരെ നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ക്യാരറ്റ്, ഗ്രീൻ പീസ്, ക്യാബേജ് ഇതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാനിവിടെ ഫ്രഷ് ക്യാരറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ക്യൂബായിട്ട് അരിഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് ഫ്രോസൺ വേണമെങ്കിൽ ഫ്രോസൺ യൂസ് ചെയ്യാം. ഫ്രോസൺ ആണെങ്കിൽ അധികം കുക്കിംഗ് ടൈം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ ഫ്രഷ് ക്യാരറ്റ്സ് യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് ക്യാരറ്റ് വേവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ നൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഉപ്പ് അതിനനുസരിച്ച് ഇടാവൂ. അങ്ങനെ ക്യാരറ്റൊക്കെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതിന് വലിയ കുക്കിംഗ് ടൈം ഒന്നുമില്ല. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ക്യാബേജും നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് ചൂടായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ നൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്യാം. ഞാൻ 5 പാക്കറ്റിൻ്റെയും ടേസ്റ്റ് മേക്കർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. 5 പാക്കറ്റ് നൂഡിൽസിന് 5 കപ്പ് വെള്ളം വേണം. ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ തിള വന്ന് തുടങ്ങി. അപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർക്കാം.
നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒടിച്ചും ചേർക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടാക്കി ഒടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കണം. വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം ഇത്. അതുവരെ കുക്ക് ചെയ്തെടുക്കാം. ഇതിന് 2 മിനിറ്റ് നൂഡിൽസ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പിന്നെ അത്രയും സമയമൊന്നും എടുക്കത്തില്ല. 2 മിനിറ്റും കൊണ്ട് വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ കൊക്ക യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി സ്റ്റിക്കി അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായി പ്രിഫർ കൊക്ക. അപ്പോൾ ഈ ഈസി ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് വെജിറ്റേറിയൻസിനുള്ള ഓപ്ഷനാണ്. ഇനി നോൺ വെജിറ്റേറിയൻസിന് ചിക്കനോ മുട്ടയോ ഒക്കെ ആഡ് ചെയ്യാം. അത് ഞാൻ വേറൊരു റെസിപ്പി ഒരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനോസ് കിച്ചൻ.